ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എജുബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET ആൻഡ് NCERT എക്സാമിന് ചോദിക്കുന്ന ലോജിക്കൽ റീസണിംഗ് ആണ്. അതിൽ നമ്മൾ വേർഡ്, നമ്പർ ആൻഡ് ആൽഫബറ്റ് ടെസ്റ്റ് എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് അതിൻ്റെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റിലേക്ക് പോവാം. ഫസ്റ്റ് കൺസെപ്റ്റ്, വേർഡ്, നമ്പർ ആൻഡ് ആൽഫബറ്റ് ടെസ്റ്റ്. അതെന്താ സാധനം? വാട്ട് ഈസ് ഇറ്റ്? This test assesses your reasoning ability related to English alphabet and numbers. ഇംഗ്ലീഷിലെ ആൽഫബറ്റിലും അതിൻ്റെ നമ്പറിലും തമ്മിലുള്ള അതിൻ്റെ റിലേഷനും അതിൻ്റെ റീസണിങ് എബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെട്ടത് ചോദിച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡർ, ലെറ്റർ പൊസിഷൻ, അതായത് A to Z വരെയുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിലും Z to A നേരെ റിവേഴ്സ് ഓർഡറിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ അതിൻ്റെ നമ്പറും, അതായത് A എന്ന് പറഞ്ഞ നമ്പർ ഒന്നാമത്തെ നമ്പറാണ്, B എന്ന് പറഞ്ഞ രണ്ടാമത്തെ നമ്പറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസും അതിൻ്റെ മാത്സും ആണ്, അതിൻ്റെ റീസണിങ്ങും ആണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ പിന്നെ വേർഡ് ഫോർമേഷൻ, അതായത് നമുക്ക് ഓരോ വേർഡ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സീക്വൻസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അതിൻ്റെ നമ്പർ സീരീസ്, അതൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞെന്നുള്ളൂ, ഇതൊന്നും എക്സാമിന് ചോദിക്കൂല. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 11th ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് 20th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അതിൻ്റെ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ, എന്നിട്ട് ആ 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് നിന്ന് 11ാമത്തെ നമ്പർ. അതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി നോക്കണം. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ, എന്നിട്ട് ആ 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് നിന്ന് 11ാമത്തെ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇവിടെ തന്നിക്കണം, A മുതൽ Z വരെ ഇവിടെ തന്നിക്കണം. അതിൻ്റെ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ. ലെഫ്റ്റ് പറഞ്ഞാൽ ഇവിടെ അല്ലേ, ഇതാണ് ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ വരുമ്പോൾ ഏത് വരും? ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ വരുമ്പോൾ ഏത് വരും? ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ടി ആണ് ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ കണ്ടുപിടിച്ചു. ഇനി ആ 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റേക്ക് 11ാമത്തെ നമ്പർ, 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റേക്ക് 11ാമത്തെ നമ്പർ. അപ്പോൾ നേരെ ഇങ്ങോട്ടാണ് പോരുക. അതിൻ്റെ ലെഫ്റ്റ് വരുമ്പം ഈ സൈഡിലേക്കാണ്. അപ്പോൾ അതിൽ 11ാമത്തെ നമ്പർ വരുമ്പം 1 2 3 4 5 6 7 8 9 10 11. ഇതാണ് 11ാമത്തെ നമ്പർ. I ആണ് 11ാമത്തെ നമ്പർ. അപ്പോൾ ആൽഫബറ്റിക്കിൻ്റെ ലെഫ്റ്റ് വരുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ്, എന്നിട്ട് 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് വരുമ്പം ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ്, നേരെ റിവേഴ്സിലാണ് പോരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി മനസ്സിലാക്കാനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഫാദർ ആർ റിട്ടൺ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ദെൻ ഹൗ മെനി ലെറ്റേഴ്സ് വിൽ നോട്ട് ചേഞ്ച് ദെയർ പൊസിഷൻ. ക്വസ്റ്റ്യൻ ഇത്ര ഉള്ളൂ. ഫാദർ എന്നുള്ള വേർഡ് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയാൽ അതിൽ എത്ര നമ്പർ മാറാതെ അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫാദർ എന്നുള്ള ലെറ്റർ, ഇതാണ് ഫാദർ എന്നുള്ള ലെറ്റർ. ഓക്കെ, ഇതിനെ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കി, അതായത് ഒന്നാമത്തെ ലെറ്റർ A ആണ് വരിക, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. പിന്നെ E ആണ് വരിക, അതും കഴിഞ്ഞു. പിന്നെ F ആണ് വരിക, F. പിന്നെ H ആണ് വരിക, H. പിന്നെ R ആണ് വരിക, R എഴുതി. പിന്നെ T ആണ് വരിക, T എഴുതി. ഓക്കെ, അതായത് ഫാദർ എന്നുള്ള സാധനം ഇംഗ്ലീഷിൽ A വന്നുകൊണ്ട് A എഴുതി, B C D ഇല്ലാത്തതുകൊണ്ട് അത് എഴുതിയില്ല. പിന്നെ E ആണ് വരുന്നത്, A കഴിഞ്ഞിട്ട് E എഴുതി, E കഴിഞ്ഞിട്ട് F വന്ന് F എഴുതി, G ഇല്ല, G എഴുതിയിട്ടില്ല, H എഴുതി. അങ്ങനെ AEFHRT അങ്ങനെ എഴുതി. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഫാദർ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, നേരെ അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കിയതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് ഡസ് നോട്ട് ചേഞ്ച് ആവാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെ ചേഞ്ച് ആവാത്തത് ഒന്ന് നോക്കി നോക്കിയാണ്. F ചേഞ്ചായി, Aയുമായിട്ട് ചേഞ്ചായി, Aയും Eയും ചേഞ്ചായി, Tയും Fഉം ചേഞ്ചായി. ഈ H ചേഞ്ചായില്ല, Hൻ്റെ പൊസിഷൻ അതേപോലെ അവിടെ ഉണ്ട്. ഓക്കെ, Hൻ്റെ പൊസിഷൻ അതേപോലെ അവിടെ ഉണ്ട്. E ചേഞ്ചായി, Rഉം Tയും ചേഞ്ചായി. അപ്പോൾ ഏതൊക്കെ ചേഞ്ച് ആവാത്തത്? Hഉം ആണ് ചേഞ്ച് ആവാത്തത്. അപ്പോൾ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷന് ഒരു നമ്പർ മാത്രമാണ് ചേഞ്ച് ആവാത്തത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.
ഒന്ന് മാത്രമാണ്, ഒരു ലെറ്റർ മാത്രമാണ് ചേഞ്ച് ആവാത്തത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് വൺ വേർഡ് ഔട്ട് ഓഫ് ദ ഗിവൺ ആൾട്ടർനേറ്റീവ് വിച്ച് കനോട്ട് ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ആ വേർഡത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്ന ഏത് വേർഡാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്? കനോട്ട് ബി ഫോംഡ് ആണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. കനോട്ട് ബി ഫോംഡ് ആണ്, ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലെ നമ്മൾ ലെറ്റേഴ്സിനെ തിരിക്കാനും CONSULTAION, ഇതാണ് കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ അതിൽ കോൺസ്റ്റൻ്റ് പറഞ്ഞ വേർഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. കോൺസ്റ്റൻ്റ് പറഞ്ഞ വേർഡിലെ സ്പെല്ലിങ് CONSTANT ആണ്. അപ്പോൾ കൺസൾട്ടേഷൻ പറഞ്ഞ എല്ലാ സ്പെല്ലിങ്ങും കോൺസ്റ്റൻ്റ് പറഞ്ഞ സ്പെല്ലിങ്ങിലും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വേർഡ് അതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നേഷൻ എന്ന് പറഞ്ഞ വേർഡാണ്. നേഷൻ പറഞ്ഞ വേർഡിലെ എല്ലാ ലെറ്റേഴ്സും കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലും ഉണ്ട്. നേഷൻ എന്ന് പറഞ്ഞ എല്ലാ ലെറ്റേഴ്സും കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലും ഉണ്ട്. അപ്പം നേഷനും ഉണ്ടാക്കാൻ പറ്റും. N ഉണ്ട്, ATION, ഇതൊക്കെ കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലും ഉണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സല്യൂട്ട്. സല്യൂട്ട് എന്ന് പറഞ്ഞ വേർഡിൽ E എന്ന് പറഞ്ഞ സാധനം, E എന്ന് പറഞ്ഞ ലെറ്റർ കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലില്ല. E എന്ന് പറഞ്ഞ ലെറ്റർ കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലില്ല. സല്യൂട്ടിലെ E എന്ന് പറഞ്ഞ ലെറ്റർ കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലില്ല. അപ്പോൾ സല്യൂട്ട് എന്ന് പറഞ്ഞ വേർഡ് അതിൽ ഉണ്ടാക്കാൻ പറ്റൂല, സല്യൂട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, കനോട്ട് ബി ഫോംഡ് ആണ്. കൺസൾട്ടേഷൻ പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത വേർഡ് ഏതെന്നാണ് ചോദിച്ചത്. അത് സല്യൂട്ടാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many even numbers are there in the following series of numbers, each of which is preceded by an odd number but not followed by an even number? അതായത് ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ, ഈവൻ താഴെ തന്നിരിക്കുന്ന നമ്പർ, ഒരു നമ്പർ ഇവിടെ തന്നിക്കണം, കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിക്കണം, അതിൽ ഈവൻ നമ്പേഴ്സ് എത്രണ്ണം ഉള്ളതാണെന്ന് ചോദിച്ചത്. ഈവൻ നമ്പേഴ്സ് എത്രണ്ണം ഉള്ളതാണ്, അതിൻ്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ആ ഈവൻ നമ്പറിൻ്റെ മുന്നിൽ ഓട് വരണം. ഈവൻ നമ്പറിൻ്റെ മുന്നിൽ ഓട് വരണം. പിന്നെ ഈവൻ നമ്പറിൻ്റെ ശേഷം ഈവൻ നമ്പർ വരാനും പറ്റില്ല. ബട്ട് നോട്ട് ഫോളോവ്ഡ് ബൈ ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ വരാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഇത് വരാൻ പറ്റൂല. അപ്പോൾ എത്ര ഉള്ളൂ, ഈവൻ നമ്പർ ആവണം, ഈവൻ നമ്പർ വരണം. അതിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഓഡ് നമ്പർ, ഇപ്പോൾ 1 വരാം, പക്ഷെ അതിനെ കഴിഞ്ഞിട്ട് ഈവൻ നമ്പർ വരാൻ പറ്റൂല. അപ്പോൾ ഈവൻ നമ്പർ വരാൻ പറ്റില്ല എന്നുള്ള അർത്ഥം അതിൻ്റെ ശേഷം ഓഡ് നമ്പറേ വരാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അതായത് ഒരു ഈവൻ നമ്പർ, അതിന് മുന്നിൽ ഓഡ് നമ്പർ, അതിന് ശേഷവും ഓഡ് നമ്പർ. ഓക്കെ, അതായത് 2 ഓഡ് നമ്പറിൻ്റെ ഇടയിൽ ഈവൻ നമ്പർ, അതാണ് ചോദിച്ചത്. ശേഷം ഈവൻ നമ്പർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഓഡ് നമ്പറേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചോദിച്ചാൽ, അതെങ്ങനെ ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഈവൻ നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് പോവാണ്. ഇവിടെ എടുത്തു, ഇവിടെ ഈവൻ നമ്പർ ഇതെടുത്തു, ഈവൻ നമ്പർ എടുത്തു. ഈവൻ നമ്പർ എടുത്തപ്പോൾ അതിൻ്റെ മുന്നിൽ ഈവൻ നമ്പറാണ്, ശേഷം ഓഡ് നമ്പറാണ്. ഓക്കെ, അത് കറക്റ്റ് അല്ല, കാരണം മുന്നിൽ ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ് വരുന്നത്. അതായത് ആദ്യം ഒരു ഈവൻ നമ്പർ വരണം, അതിൻ്റെ മുന്നിലും എന്ത് വരണം, മുന്നിൽ ഓഡ് നമ്പറാണ് വരേണ്ടത്, ശേഷം ഓഡ് നമ്പറാണ് വരുന്നത്. ഇങ്ങനത്തെ ഫോമിൽ എത്ര നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇങ്ങനത്തെ ഫോമിൽ എത്ര നമ്പർ ഉണ്ടെന്നാണ് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഉണ്ട്, പക്ഷെ അതിൻ്റെ മുന്നിൽ ഓഡ് നമ്പറാണ്, പക്ഷെ അതിൻ്റെ ശേഷം ഈവൻ നമ്പറാണ്. അപ്പം ഇത് നമുക്ക് നമ്മളെ കണ്ടീഷന് യോജിച്ചതല്ല. പിന്നെ അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുമ്പം 6 ആണ്. 6ൻ്റെ മുന്നിൽ ഓഡ് നമ്പർ കറക്റ്റാണ്, ശേഷം ഈവൻ നമ്പർ കറക്റ്റാണ്. അപ്പം ഈ ഫോർമാറ്റ് നമുക്ക് ജോയിൻ ആയതാണ്, നമുക്ക് യോജിച്ചതാണ്. അപ്പോൾ ഒരു നമ്പർ 6 കിട്ടി. പിന്നെ അടുത്ത നമ്പർ ഇവിടെ 2 ആണ്. ഇവിടെ കളർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 2 ഉണ്ട്. 2ൻ്റെ മുന്നിൽ ഓഡ് നമ്പർ, 2ൻ്റെ മുന്നിൽ ഓഡ് നമ്പർ, ശേഷം ഓഡ് നമ്പർ. ഓക്കെ, അതേപോലെ 8 ഉണ്ട്. 8ൻ്റെ മുന്നിൽ ഓഡ് നമ്പർ, ശേഷം ഓഡ് നമ്പർ. അതായത് ഒരു ഈവൻ നമ്പർ ഉണ്ടാവും, അതിൻ്റെ മുന്നും ശേഷവും ഓഡ് നമ്പർ വരാം. അതായത് 2 ഓഡ് നമ്പറിൻ്റെ ഇടയിൽ ഒരു ഈവൻ നമ്പർ വരാം, അങ്ങനെയും പറയാം. അങ്ങനത്തെ എത്ര നമ്പർ ഉണ്ടെന്നാണ് ചോദിച്ചത്. എത്ര നമ്പർ അല്ലേ? 6 ഒരു നമ്പർ, 2 ഒരു നമ്പർ,
8 ഒരു നമ്പർ. എത്ര നമ്പറാണ്? 3 നമ്പറാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 നമ്പറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 8th letter to the left of 20th letter from the left in the English alphabet. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആകെ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഫൈൻഡ് ദ 8th letter to the left of 20th letter ഫ്രം ദ ലെഫ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നോക്കണം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ. ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ. ലെഫ്റ്റ് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇവിടെ നിന്നാണ് വരിക. ലെഫ്റ്റ്, ഇത് ലെഫ്റ്റ്. ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് റൈറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെഫ്റ്റ് ടു റൈറ്റ് ആണിത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ടി ആണ് 20ാമത്തെ നമ്പറായിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ, ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ വെച്ചാൽ, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ ലെറ്ററിൻ്റെ ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പർ, ആ ലെറ്ററിൻ്റെ ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പർ എന്താണെന്ന് ചോദിച്ചു. ആ ലെറ്ററിൻ്റെ ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ടി ആണ് 20ാമത്തെ ലെറ്ററായി കണ്ടുപിടിച്ചത്. ഇനി ആ ടീൻ്റെ ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. എല്ലാണ് 8ാമത്തെ നമ്പർ. എല്ലാണ് ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പർ. ഓക്കെ. അപ്പോൾ ആദ്യം എന്താ ചെയ്ത്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലെഫ്റ്റ് നിന്ന് 20ാമത്തെ നമ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 20ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റ് 8ാമത്തെ നമ്പർ കണ്ടുപിടിച്ചു. അതാണ് എല്ലും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് റിട്ടൺ ഇൻ ബാക്ക്വേർഡ് ഓർഡർ, ദെൻ വാട്ട് വിൽ ബി ദ 7th ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ 10th ലെറ്റർ ഫ്രം യുവർ റൈറ്റ്. ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ. അതായത് ആകെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 നമ്പേഴ്സ്, 26 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അത് ഡൗട്ടൊന്നുമില്ലല്ലോ. 26 ലെറ്റേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞത്തിലേക്ക് വരും. ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ 26ൻ്റെ നേരെ പകുതി. അതായത് 26ൻ്റെ നേരെ പകുതി എത്ര വരിക? 13 വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 13 ലെറ്റേഴ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി. പിന്നത്തെ 13 ലെറ്റേഴ്സ് അതേപോലെ എഴുതി. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ABCDEFGHIJKLM വരെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതണം. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. പിന്നത്തെ 13 എണ്ണം അതേപോലെ, പിന്നത്തെ ഹാഫ് അതേപോലെ എഴുതണം. അത്രയും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയതാണ് ഈ കാണുന്നത്. ഫസ്റ്റത്തെ 13 എണ്ണം റിവേഴ്സ് ഓർഡറിൽ എഴുതി, പിന്നത്തെ അതേപോലെ എഴുതി. ഇനി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഓർഡറിൽ എഴുതി, എന്നിട്ട് ദെൻ വാട്ട് വിൽ ബി ദ 7th ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ 10th ലെറ്റർ ഫ്രം യുവർ റൈറ്റ്. വലതേ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിക്ക് 10ാമത്തെ നമ്പർ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് 7ാമത്തെ നമ്പറും കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 7ാമത്തെ. അപ്പോൾ വലത്തെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എഴുതിയ ആൽഫബറ്റിൻ്റെ റൈറ്റ് നിന്ന് നേരത്തെ അടുത്ത ഭാഗത്ത് നിന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു തുടങ്ങി. അപ്പോൾ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് സെഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. സെഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് 10ാമത്തെ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ സെഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. 10ാമത്തെ നമ്പർ 1 2 3 4 5 6 7 8 9 10. പി ആണ് 10ാമത്തെ നമ്പർ. ഡൗട്ടില്ലല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പി ആണ് 10ാമത്തെ നമ്പർ. ഓക്കെ, പി ആണ് 10ാമത്തെ നമ്പർ. എന്നിട്ട് ആ 10ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റിക്ക് എന്താണ്? 10ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റിക്ക് 7ാമത്തെ നമ്പർ. 10ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റിക്ക് 7ാമത്തെ നമ്പർ. 7th ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ 10th ലെറ്റർ. 10ാമത്തെ നമ്പറിൻ്റെ ലെഫ്റ്റിക്ക് 7ാമത്തെ നമ്പർ. 10ാമത്തെ നമ്പർ പി ആണ് കണ്ടുപിടിച്ചത്. ക്യൂ ആണ്. ഒന്നുകൂടി നോക്കാം. 10ാമത്തെ ലെറ്റർ പറയുമ്പം റൈറ്റിൽ നിന്ന് നമ്മൾ എണ്ണാൻ തുടങ്ങുകയാണ്. 10ാമത്തെ ലെറ്റർ 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ ലെറ്റർ ക്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ 7ാമത്തെ ലെറ്റർ. അപ്പോൾ ഏത് വരിക? അവിടുന്ന് ലെഫ്റ്റിക്ക് 7ാമത്തെ ലെറ്റർ. അപ്പോൾ ഏത് വരിക? ഇപ്പോൾ ക്യൂ ആണ് കണ്ടുപിടിച്ചത്. അവിടുന്ന് 7ാമത്തെ ലെറ്റർ പറയുമ്പം 1 2 3 4 5 6 7. ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C D പറഞ്ഞ ലെറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ചെയ്തത് ഇത്രേ ഉള്ളൂ.
ആദ്യം 26 ലെറ്ററാണ് ആൽഫബറ്റിൽ ഉള്ളത്. ആ ആൽഫബറ്റിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ആക്കി. ഫസ്റ്റ് ഹാഫ് നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതും. അപ്പോൾ എം ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരും റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ. എന്നിട്ട് കിട്ടിയ ആൽഫബറ്റിൻ്റെ നമ്മൾ റൈറ്റിൽ നിന്ന് 10ാമത്തെ ലെറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 10ാമത്തെ ലെറ്ററിൻ്റെ ലെഫ്റ്റിക്ക് 7ാമത്തെ ലെറ്ററും കണ്ടുപിടിച്ചു. അതാണ് ഡി എന്ന് പറഞ്ഞ ലെറ്റർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many letters are there between 8th letter from the left and the 7th letter from the right in the English alphabet? ഇംഗ്ലീഷ് ആൽഫബറ്റിലും ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പറും റൈറ്റ് നിന്ന് 7ാമത്തെ നമ്പറും ആ 2 നമ്പർ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കണം. 8th letter ഫ്രം ദ ലെഫ്റ്റ്. 8th letter ഫ്രം ദ ലെഫ്റ്റ് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 8 എണ്ണം നോക്കാം. ഇതാണ് ലെഫ്റ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ 7th ലെറ്റർ ഫ്രം ദ റൈറ്റ്, അതും നോക്കാം. 7th ലെറ്റർ ഫ്രം ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ റൈറ്റും ലെഫ്റ്റും നമുക്ക് ആദ്യം മനസ്സിലാവണം. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് വരുമ്പോൾ ലെഫ്റ്റ് വരുമ്പം ഇവിടുന്നാണ് ലെഫ്റ്റ് ആയിട്ട് വരിക. ഇവിടുന്ന് ലെഫ്റ്റ്, ഓക്കെ, ഇവിടുന്ന് റൈറ്റ്, അങ്ങനെയാണ് വന്നത്. ഓക്കെ, ലെഫ്റ്റ് വരുന്നു, റൈറ്റ് വരുന്നു. നമ്മളോട് ചോദിച്ചത് 8th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്. 8th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ 1 2 3 4 5 6 7 8. എച്ച് ആണ് 8th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്. ഇനി 7th ലെറ്റർ ഫ്രം ദ റൈറ്റ്. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പം എസ് ആണ്, ടി ആണ് 7th ലെറ്റർ അല്ലേ. 7th ലെറ്റർ ആകുമ്പം ടി ആണ്. ഓക്കെ, അപ്പോൾ ടി ആണ്. അപ്പോൾ ടിയും എച്ചും തമ്മിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. ടിയും എച്ചിൻ്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11. 11 ലെറ്റേഴ്സാണ് എച്ചിൻ്റെതും ടീൻ്റെയും ഇടയ്ക്കുള്ളത്. 11 ലെറ്റേഴ്സാണ് എച്ചിൻ്റെതും ടീൻ്റെയും ഇടയ്ക്കുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി 11 കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയാലും അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലെഫ്റ്റ് നിന്ന് 8ാമത്തെ നമ്പറും റൈറ്റ് നിന്ന് 7ാമത്തെ നമ്പറും ആ 2 നമ്പർ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2ൻ്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ 11 ലെറ്റേഴ്സാണ് അതിൻ്റെ 2ൻ്റെ ഇടയിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് അണ്ടർടേക്കിംഗ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ വിച്ച് വൺ വിൽ ബി ദ മിഡിൽ ഇൻ ഓർഡർ ആഫ്റ്റർ ദ റീ അറേഞ്ച്മെൻറ്റ്. നേരത്തെ നമ്മൾ ഫാദറിൻ്റെ ക്വസ്റ്റ്യൻ തന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർടേക്കിംഗ് എന്നുള്ള വേർഡ് അത് നമ്മൾ റീ അറേഞ്ച്ഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ റീ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, അണ്ടർടേക്കിങ്ങിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റീ അറേഞ്ച് ചെയ്യുമ്പം ഇതാണ് അണ്ടർടേക്കിങ്ങിൻ്റെ സ്പെല്ലിങ്സ് വരിക. അണ്ടർടേക്കിങ്ങിൻ്റെ സ്പെല്ലിങ്സും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കുമ്പോൾ ഫസ്റ്റ് എ ലെറ്റർ വരും, പിന്നെ ഡി, പിന്നെ ഇ, ജി, ഐ, കെ, എൻ, എൻ, ആർ, ടി, യു. ഇതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കുമ്പോൾ വരുന്ന ലെറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ അതിൻ്റെ മിഡിൽ നടുവിൽ ഏതുണ്ടാവുക നോക്കുക. അപ്പോൾ അതിന് ആദ്യം സിമ്പിൾ ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഈ അണ്ടർടേക്ക് എന്ന് പറഞ്ഞ വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. 11 ലെറ്റേഴ്സാണ് അണ്ടർടേക്കിംഗ് പറഞ്ഞ വേർഡിലുള്ളത്. 11 ലെറ്റർ ആകുമ്പം അതിൻ്റെ മിഡിൽ ഏതാ വരിക? 11 ആകുമ്പോൾ മിഡിൽ ഏതാ വരിക വെച്ചാൽ 11ക്ക് 1 കൂട്ടുക. 11 കൂട്ടുമ്പോൾ 12, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക, അപ്പോൾ 6. അപ്പോൾ 6ാമത്തെ ലെറ്ററാണ് മിഡിലായിട്ട് വരിക. 11 ആകുമ്പം അതിക്ക് 1 കൂട്ടുക, പകുതി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരമാണ് അത്രാമത്തെ പൊസിഷനിലെ നമ്പറാണ് അവിടെ മിഡിലായിട്ട് വരിക. ഇപ്പോൾ 10 ലെറ്റർ ആണെങ്കിൽ 9 ലെറ്റർ ആണെങ്കിൽ അതിന് മിഡിലായിട്ട് ഏത് വരിക? അതായത് ഒറ്റസംഖ്യ വരുമ്പോൾ അതിന് മിഡിലായിട്ട് ഏത് വരിക? അതിക്ക് നേരെ 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക, അതാണ് അതിൻ്റെ മിഡിലായിട്ട് വരിക. അത് നേരെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയും, അപ്പോൾ നല്ലോണം മനസ്സിലാവും. ഇപ്പം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓഡ് നമ്പർ ഒറ്റസംഖ്യ വരികയാണെങ്കിൽ അതിൻ്റെ മിഡിൽ എടുക്കാനാണെങ്കിൽ അതിലേക്ക് 1 കൂട്ടുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 3 നമ്പറാണ് അതിൻ്റെ മിഡിൽ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 3ക്ക് 1 കൂട്ടുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4/2 2. രണ്ടാമത്താണ് മിഡിലായിട്ട് വരിക. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ 3 നമ്പർ 1 2 3 ഇതിൻ്റെ മിഡിൽ ടേം ഏതാ? രണ്ടാമത്തെ നമ്പറാണ് മിഡിൽ ടേം. ഇനി 3 5 7 ഈ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം ഏതാ? 5ാമത്തെ നമ്പറാണ് മിഡിൽ ടേം. അപ്പോൾ 3 ലെറ്റേഴ്സ് ആണെങ്കിൽ അതിക്ക് 1 കൂട്ടുക, ഡിവൈഡ് ചെയ്യുക, പകുതിയാക്കുക. ഇപ്പോൾ 11 ലെറ്റേഴ്സ് ആണെങ്കിൽ അതിക്ക് 1 കൂട്ടുക, നേരെ പകുതിയാക്കുക. 11 ലെറ്റേഴ്സ് ആണെങ്കിൽ 1 കൂട്ടിയാൽ 12, 12 പകുതിയാക്കിയാൽ 6.
ഓക്കെ. ഇനി അടുത്ത 15 ലെറ്റേഴ്സ് ആണെങ്കിൽ 15ക്ക് 1 കൂട്ടുക 16, 16ന്റെ പകുതി എടുത്ത് 8, എട്ടാമത്തെ നമ്പറാണ് അതിൻ്റെ പകുതിയായിട്ട് വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. ഇവിടെ 11 ലെറ്റേഴ്സ് ആണ് അതിലുള്ളത്. 11 ലെറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മിഡിലായിട്ട് ഏത് വരിക? 11ക്ക് 1 കൂട്ടിയത് 12, 12ന്റെ പകുതി 6. അപ്പോൾ ആറാമത്തെ ലെറ്റർ ആണ് വരിക. സിക്സ്ത് ലെറ്റർ ആണ് നമ്മളെ മിഡിൽ ടേം ആയിട്ട് വരിക. അപ്പോൾ സിക്സ്ത് ലെറ്റർ ഏതാ നോക്കുക. ഇവിടെ 1, 2, 1, 2, 3, 4, 5, 6. കെ ആണ് ആറാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ മിഡിൽ ടേം ആയിട്ട് നമ്മൾ റീ അറേഞ്ച് ചെയ്തപ്പം കെ ആണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻസ് വേർ ഇന്റർചേഞ്ച്ഡ്, ആൾസോ ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് ലെറ്റേഴ്സ്, ദ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ലെറ്റേഴ്സ് ആൻഡ് സോ ഓൺ, വിച്ച് ലെറ്റർ വുഡ് ബി ദ 10th ലെറ്റർ കണ്ടിന്യൂയിങ് ഫ്രം യുവർ റൈറ്റ്? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ വേർഡിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ലെറ്റർ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുക, മൂന്നാമത്തും നാലാമത്തും ഇന്റർചേഞ്ച് ചെയ്യുക, 5ഉം 6ഉം ഇന്റർചേഞ്ച് ചെയ്യുക, 7ഉം 8ഉം ഇന്റർചേഞ്ച് ചെയ്യുക, 9, 10 ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ പോകുമ്പം 10ാമത്തെ ലെറ്റർ ആയിട്ട് ഏതാണ് വരിക എന്ന് ചോദിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റത്തെ 2 ലെറ്റർ ഇന്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റത്തെ 2 ലെറ്റർ സിഒയും ഒയും ആണ് ഫസ്റ്റത്തെ രണ്ട് ലെറ്റർ. അതിന് ഇന്റർചേഞ്ച് ചെയ്യുമ്പം സിഒ എന്താവും? ഒ സി ആവും. പിന്നെ എം ഇന്റർചേഞ്ച് ചെയ്യുമ്പം MMN ആയിട്ട് മാറും. പിന്നെ യു എൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ NU ആയിട്ട് മാറും. പിന്നെ IC ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ CI ആയിട്ട് മാറും. പിന്നെ AT ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ TA ആയിട്ട് മാറും. പിന്നെ IO ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ OI ആവും. NS ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ SN ആയിട്ട് മാറും. ഇനി അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ എഴുതി, ഓർഡറിലാക്കി എഴുതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വിച്ച് ലെറ്റർ വുഡ് ബി ദ 10th ലെറ്റർ കണ്ടിന്യൂയിങ് ഫ്രം യുവർ റൈറ്റ്? റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ, റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ആകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങിയ? റൈറ്റ് പറഞ്ഞാൽ ഇവിടെ അല്ല. റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ആകുമ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇതാണ് റൈറ്റ്. ഇവിടെ നിന്ന് തുടങ്ങുക. റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ആണ് തുടങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ഏതാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആണ് റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത്. ആണ് റൈറ്റ് എന്ന് 10ാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? ഒന്നാമത്തെ രണ്ടാമത്തെ ഇന്റർചേഞ്ച്, 3, 4 ഇന്റർചേഞ്ച്, 5, 6 ഇന്റർചേഞ്ച്, അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടിയ ആ വേർഡ് അതേപോലെ എഴുതാം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് നിന്ന് 10ാമത്തെ നമ്പറാണ് ചോദിച്ചത്. അത് നമ്മൾ എടുത്തു. അതാണ് N. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എവരി ആൾട്ടർനേറ്റീവ് ലെറ്റർ ഇൻ ദ വേർഡ് സോളിറ്റാരി starting from the first letter is replaced by the previous letter and each of the remaining letters is replaced by the next letter in the English alphabet, which of the following will be the third letter from the right end after the substitution? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്ര ഉള്ളൂ. ആൾട്ടർനേറ്റ് ആയിട്ട്, അതായത് SOLITARY ഇതാണ് ആദ്യത്തെ ലെറ്റേഴ്സ് അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതായത് S എന്ന് പറഞ്ഞ ഒന്നാമത്തെ, O രണ്ടാമത്തെ, L 3, TI 4, T 5, A 6, R 7, Y 8 അങ്ങനെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ആൾട്ടർനേറ്റ് ചെയ്യണം. അതായത് ഒന്നാമത്തെ മൂന്നാമത്തുമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്യാം. മൂന്നാമത്തേത് അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ. ആൾട്ടർനേറ്റ് ചെയ്യാം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. starting from the first letter is replaced by the previous letter and each of the remaining letters is, അതായത് S എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ പ്രീവിയസ് ലെറ്റർ ആയിട്ട് ആൾട്ടർനേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ S കണ്ടും അതിൻ്റെ പ്രീവിയസ് ലെറ്റർ 6 ആണ്. അപ്പോൾ 6ഉമായിട്ട് അത് മാറ്റണം. അപ്പോൾ ഞാൻ ഇവിടെ 6 എഴുതും. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ O ആണ്. Oയുമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്യണം. O ഏതാ? ഓൻ്റെ മുന്നത്തെ N ആണ്. ഓക്കെ. ഓൻ്റെ മുന്നത്തെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If every alternative letter in the word solitary starting from the first letter is replaced by the previous letter and each of the remaining letters is replaced by the next letter in the English alphabet, which of the following will be the third letter from the right end after the substitution? അതായത് സോളിറ്റാരി പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിൽ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ലെറ്റർ വെച്ചിട്ട് അതിന് മാർക്ക് ചെയ്തു. അതായത് S എന്ന് പറഞ്ഞ ഒന്നാമത്തെ നമ്പർ, O രണ്ടാമത്തെ നമ്പർ, L 3, I 4, T 5, A 6,
Y8 അതായത് ഇങ്ങനെ മാർക്ക് ചെയ്തു 1 2 3 4 5 6 7 8 അങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ വെച്ചാൽ ആൾട്ടർനേറ്റീവ് എന്നുള്ള മലയാളം ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒന്നിടവിട്ട ലെറ്റേഴ്സ്. ആൾട്ടർനേറ്റീവ് ലെറ്റേഴ്സ് ആണ്, ഒന്നിടവിട്ട ലെറ്റേഴ്സ്. ആൾട്ടർനേറ്റീവ് ലെറ്റേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നിടവിട്ട ലെറ്റേഴ്സ് ആണ് എസ്, പിന്നെ L, പിന്നെ T, പിന്നെ R. ഇതാണ് ഒന്നിടവിട്ട ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് നമ്മൾ അതിൻ്റെ മുന്നത്തെ ലെറ്റേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് നോക്കുക. ഇവിടെ എസ് എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്, എസ് എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. അതിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? R കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. ഇനി അതേപോലെ L എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? L എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? L എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ അതിൻ്റെ മുന്നത്തെ ലെറ്റർ K കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. ഇനി അതേപോലെ അടുത്ത ആൾട്ടർനേറ്റീവ് ഒന്നിടവിട്ട ലെറ്റർ ഏതാ? T എന്ന് പറഞ്ഞ ലെറ്ററാണ്. T എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? S കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതിൻ്റെ മുന്നത്തെ ലെറ്റർ S കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. പിന്നെ അടുത്ത് R എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? Q നോട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ എസ്, L, T, R ഇതാണ് ഒന്നിടവിട്ട ലെറ്റേഴ്സ്. ഇതിനെ നമ്മൾ അതിന് മുന്നേത്തെ ലെറ്റേഴ്സുമായിട്ട് റീപ്ലേസ് ചെയ്തു. ക്ലിയർ അല്ല? അതായത് എസ്സിനെ R കൊണ്ട് റീപ്ലേസ് ചെയ്തു, L-നെ K നോട് റീപ്ലേസ് ചെയ്തു, T-നെ S കൊണ്ട് റീപ്ലേസ് ചെയ്തു, R-നെ Q കൊണ്ട് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് പിന്നെ O എന്ന് പറഞ്ഞ ലെറ്റേഴ്സ്, അതെന്താ ഇംഗ്ലീഷ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി തേർഡ് ലെറ്റർ ഫ്രം ദ. പിന്നെ O എന്ന് പറഞ്ഞ ലെറ്ററിന് നമ്മൾ P ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ലെറ്റേഴ്സിനെ അങ്ങനെ റീപ്ലേസ് ചെയ്തു. ഇനി എന്താ പറയുക, ഇനി O എന്ന് പറഞ്ഞ ലെറ്ററിനെയും I എന്ന് പറഞ്ഞ ലെറ്ററിനെയും A എന്ന് പറഞ്ഞ ലെറ്ററിനെയും Y എന്ന് പറഞ്ഞ ലെറ്ററിനെയും, അതായത് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത, നേരത്തെ കണക്കിലെടുക്കാത്ത ലെറ്റേഴ്സ്, അതിന് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? ഇപ്പം O എന്ന് പറഞ്ഞ ലെറ്ററിനെ അത് കഴിഞ്ഞിട്ടുള്ള ലെറ്ററുമായിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി അതേപോലെ അടുത്ത ലെറ്റർ എന്താ? അടുത്ത ലെറ്റർ I ആയിരുന്നു. I-നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? I-നെ നമ്മൾ എന്തുമായിട്ട് റീപ്ലേസ് ചെയ്യണം? J-യുമായിട്ട് റീപ്ലേസ് ചെയ്യണം. I-നെ J-യുമായിട്ട് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ O-നെ P-യുമായിട്ട് റീപ്ലേസ് ചെയ്തു, I-നെ J-ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ A-നെ B-യുമായിട്ട് റീപ്ലേസ് ചെയ്തു. പിന്നെ അടുത്ത് ഇവിടെ Y ആണ്. Y-നെ എന്തുമായിട്ട് റീപ്ലേസ് ചെയ്യണം? Z-യുമായിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ റീപ്ലേസിങ് കറക്റ്റ് മനസ്സിലായും. അതായത് ഒന്നരവട്ട സംഖ്യനെ അതിനെ ബേക്കുമായിട്ട് റീപ്ലേസ് ചെയ്തു, എന്നിട്ട് അടുത്ത ഒന്നരവട്ട സംഖ്യനെ അതിനെ ശേഷമുള്ള നമ്പറുമായിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അതിനെ അതേപോലെ ഇവിടെ എഴുതിയെടുത്തു. RP റീപ്ലേസ് ചെയ്ത് അതേപോലെ എഴുതിയെടുത്തു. അതായത് എസ്സിന് പകരം നമ്മൾ R അതിന് കൊടുത്തിന്. പിന്നെ ഓക്ക് പകരം നമ്മൾ എന്താ കൊടുത്തിന്? ഓക്ക് പകരം P ആണ് കൊടുത്തിന്. പിന്നെ L-ന് പകരം K ആണ് കൊടുത്തിന്. പിന്നെ I-ന് പകരം എന്താ കൊടുത്തിന്? I-ന് പകരം നമ്മൾ J ആണ് കൊടുത്തിന്. ഓക്കെ. I-ന് പകരം J ആണ് കൊടുത്തിന്. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തു. ഈ റീപ്ലേസ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. റീപ്ലേസ് ചെയ്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ലെറ്റർ ഫ്രം ദ റൈറ്റ് ആഫ്റ്റർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ. തേർഡ് ലെറ്റർ ഫ്രം ദ റൈറ്റ് പറഞ്ഞാൽ ഇതാണ് വരിക. റൈറ്റ് എന്നല്ല പറഞ്ഞത്. അപ്പം തേർഡ് ലെറ്റർ എന്തേക്കായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. റൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആൽഫബറ്റിൻ്റെ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ്. ഓക്കെ. അപ്പോൾ റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ ലെറ്റേഴ്സ്. അപ്പോൾ 1 2 3 B ആണ് റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ ലെറ്റർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് മനസ്സിലാക്കാനും. ആദ്യം ഒന്നരവട്ട സംഖ്യനെ നമ്മൾ അതിൻ്റെ മുന്നത്തുമായിട്ട് റീപ്ലേസ് ചെയ്തു. പിന്നത്തെ ഒന്നരവട്ട ലെറ്റേഴ്സിനെ നമ്മൾ അതിൻ്റെ ശേഷമുള്ളതുമായിട്ട് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അതിനെ അതേപോലെ എഴുതി. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പർ, അതാണ് B എന്ന് പറഞ്ഞ ലെറ്റർ. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ് വിച്ച് കനോട്ട് ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഗിവൺ വേർഡ്. നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പം നോളജ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിലും അതിന് ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റാത്ത, അത് മെയ്ഡപ്പ് ചെയ്യാൻ പറ്റാത്ത വേർഡ് താഴത്തെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? നോളജ് എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിരിക്കുക. നോളജ് എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സാണ് KNOWLEDGE. അതാണ് നോളജ് എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ്. അപ്പം വെഡ്ജ് എന്ന് പറഞ്ഞ വേർഡ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം വെഡ്ജിലെ എല്ലാ ലെറ്റേഴ്സും നോളജിലുണ്ട്. ഗോ ഡൗൺ എന്ന് പറഞ്ഞ
വേർഡ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താ, ഈ ഓ എന്ന് പറഞ്ഞ ലെറ്റർ നോളജിൽ ഒരു പ്രാവശ്യമുള്ളൂ. ഓ എന്ന് പറഞ്ഞ ലെറ്റർ ഓ നോളജിൽ ഒരു പ്രാവശ്യമുള്ളൂ. പക്ഷെ ഗോഡൗണിൽ ഓ എന്ന് പറഞ്ഞ ലെറ്റർ 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ അത് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല. എന്താ വ്യത്യാസം മനസ്സിലായാലും, നോളജ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിൽ ഓ എന്ന് പറഞ്ഞ ലെറ്റർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഗോഡൗൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിൽ ഓ എന്ന് പറഞ്ഞ ലെറ്റർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഓ എന്ന് പറഞ്ഞ ലെറ്റർ 2 പ്രാവശ്യം ഗോഡൗണിൽ റിപ്പീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഗോഡൗൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് നോളജ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കനോട്ട് ബി മെയ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറും. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓപ്ഷൻ എയും സിയും ഡിയും നോളജ് എന്ന് പറഞ്ഞ വേർഡ് എന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ് വിച്ച് കനോട്ട് ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ ഗിവൺ വേർഡ്. നേരത്തെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ വേർഡ് എന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത താഴെ തന്നിരിക്കുന്ന വേർഡ്, ഓപ്ഷനിലുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ച് കനോട്ട് ബി ഫോംഡ് ആണ്. ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം. ക്യാൻ ബി ഫോംഡ് ആണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, കനോട്ട് ബി ഫോംഡ് ആണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അപ്പോൾ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ വേർഡ് അതിലെ ലെറ്റേഴ്സാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ലെമൺ എന്ന് പറഞ്ഞ വേർഡ് അത് ഉണ്ടാക്കാൻ പറ്റും. കാരണം എൽ ഇവിടെ ഉണ്ട്, ഇ ഇവിടെ ഉണ്ട്, എം ഇവിടെ ഉണ്ട്, ഇ ഉണ്ട്, എൻ. അപ്പം ലെമൺ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതേപോലെ അടുത്ത സം എന്ന് പറഞ്ഞ വേർഡ്, സം എസ് ഇവിടെ ഉണ്ട്, ഓ ഉണ്ട്, എം ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് മിസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് എം ഉണ്ട്, ഐ ഉണ്ട്, എസ് ഉണ്ട്, ടി. മിസ്റ്റും ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ 3 അല്ല, അപ്പോൾ 4ാമത്തെ എന്തായാലും ഉറപ്പായിട്ടും ആവണം. ജസ്റ്റ് നോക്കാം. മില്യൺ എന്ന് പറഞ്ഞാൽ എം ഉണ്ട്, ഐ ഉണ്ട്, എൽ ഉണ്ട്, ഒരു എൽ ഇവിടെ അല്ല, 2 എൽ ആണ്. 2 എൽ നീഡഡ്, 2 എൽ ആവശ്യമുണ്ട്. പക്ഷേ ഒരു എൽ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റൂല. ഓക്കെ, മൈൽ സ്റ്റോൺ 2 എൽ വേണം. അതേപോലെ 2 ഐയും വേണം. 2 ഐയും 2 എല്ലും വേണം. 2 ഐയും 2 എല്ലും മൈൽ സ്റ്റോണിൽ ഇല്ലാത്തത് കൊണ്ട് മില്യൺ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. മില്യണിലെ ഐയും എല്ലും മൈൽ സ്റ്റോണിലില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ ഗിവൺ വേർഡ്. ശ്രദ്ധിക്കണം, വിച്ച് ക്യാൻ ബി ഫോംഡ്. നേരത്തെ ഒക്കെ കനോട്ട് ബി ഫോംഡ് കഴിഞ്ഞ്, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തതേന്. ഇപ്പോൾ വിച്ച് ക്യാൻ ബി ഫോംഡ് ആണ്, ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദിച്ചത്. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദിച്ചത്. അപ്പോൾ എന്താ വേർഡ് ഏതാ? വേർഡ് പ്രാഗ്മാറ്റിക് പറഞ്ഞ വേർഡാണ്. അതിലുണ്ടാക്കാൻ പറ്റുന്നത്. പ്രാഗ്മാറ്റിക് പറഞ്ഞ വേർഡിലെ സ്പെല്ലിങ്സ് ആണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ല എന്നാണ് ചോദിച്ചത്. ഗിറ്റാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഗിറ്റാർ ജി ഉണ്ട്, യു അതിലില്ല, ഗിറ്റാറിൻ്റെ യു അതിലില്ല. അപ്പോൾ ഗിറ്റാർ ഉണ്ടാക്കാൻ പറ്റൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഗെയിം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഗെയിം ഉണ്ടാക്കാൻ പറ്റുമോ? ജി ഉണ്ട്, എ ഉണ്ട്, എം ഉണ്ട്, പക്ഷേ ഇ അതിലില്ല. ഗെയിമിൻ്റെ ഇ പ്രാഗ്മാറ്റിക്കിലില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഗെയിം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കാം. അടുത്തത് മാജിക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ? മാജിക് എം ഉണ്ട്, എ ഉണ്ട്, ജി ഉണ്ട്, ഐ ഉണ്ട്, സി അതിലില്ല. സി ഉണ്ട്. മാജിക് ഉണ്ടാക്കാൻ പറ്റും. മാജിക്കിൻ്റെ എല്ലാ ലെറ്റേഴ്സും പ്രാഗ്മാറ്റിക്കിൽ അടങ്ങിയിട്ടുണ്ട്, അതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ മാജിക് എന്ന് പറഞ്ഞ വേർഡ് പ്രാഗ്മാറ്റിക് പറഞ്ഞ വേർഡ് എന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഗിറ്റാറിൻ്റെ പ്രശ്നം എന്തേലും, ഗിറ്റാറിൻ്റെ യു പ്രാഗ്മാറ്റിക്കിലില്ല, ഗെയിമിൻ്റെ ഇ പ്രാഗ്മാറ്റിക്കിലില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഗിവൺ വേർഡ്. അതായത് അതേ ക്വസ്റ്റ്യൻ, എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിലെ ലെറ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എക്സാമിനേഷൻ പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതി. ഇനി അതിൽ നാഷണൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെന്ന് ചോദിച്ചത്. നാഷണൽ എൻ ഉണ്ട്, എ ടി ഐ ഒ എൻ എ, എൽ അതിലില്ല. ഇല്ലാത്തതുകൊണ്ട് നാഷണൽ ഉണ്ടാക്കാൻ പറ്റൂല. ഓക്കെ, നാഷണൽ ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ അടുത്ത ആനിമലും അതേപോലെ എല്ല് ഇല്ല. ആനിമൽ എല്ല് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആനിമലിലെ എല്ല്
എക്സാമിനേഷൻ പറഞ്ഞ വേർഡിലില്ല, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റൂല. അതേപോലെ ആനിമേഷൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചെക്ക് ചെയ്യുക. ആനിമേഷൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചെക്ക് ചെയ്യുക. ആനിമേഷനിൽ എ ഉണ്ട്, ആനിമേഷനിൽ എ ഉണ്ട്, എൻ ഉണ്ട്, IMATION. ആനിമേഷനിലെ എല്ലാ ലെറ്റേഴ്സും അവിടെ ഉണ്ട്. ആനിമേഷൻ എന്ന് പറഞ്ഞ വേർഡിലെ എല്ലാ ലെറ്റേഴ്സും എക്സാമിനേഷൻ പറഞ്ഞ വേർഡിലുണ്ട്. അപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞ വേർഡ് എക്സാമിനേഷൻ പറഞ്ഞ വേർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 8 ആർ ഫോളോവ്ഡ് ബൈ ഈവൻ നമ്പർ ആൻഡ് പ്രൊസീഡഡ് ബൈ ആൻ ഓഡ് നമ്പർ? അതായത് എത്ര 8കളാണ് താഴെ തന്നിരിക്കുന്ന നമ്പറിലുള്ളത്, എത്ര 8കളാണ് താഴെ തന്നിരിക്കുന്ന നമ്പറിലുള്ളത്. അതിൻ്റെ കണ്ടീഷൻ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മുന്നിൽ ഓഡ് നമ്പർ ആവണം, ശേഷം ഈവൻ നമ്പർ ആവണം. അതായത് 8 എന്ന് പറഞ്ഞ ലെറ്റർ അതിൻ്റെ മുന്നിൽ ഓഡ് നമ്പർ ആവണം, ശേഷം ഈവൻ നമ്പറും ആവണം. മുന്നിൽ ഓഡ് നമ്പർ ആവണം. കളർ മാറ്റി ചെയ്താൽ, അതായത് 8 എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്, അതിൻ്റെ മുന്നിൽ ഓഡ് നമ്പർ ആവണം, അതിൻ്റെ ശേഷം ഈവൻ നമ്പർ ആവണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ മൂവ് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ 8 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആ നേരെ ഇവിടെ മാറ്റി എഴുതി, ഇവിടുത്തെ 8ൻ്റെ മുന്നിൽ ഓഡ് നമ്പറാണ്, ശേഷം ഈവൻ നമ്പറാണ്. ഇവിടുത്തെ 8ൻ്റെ മുന്നിൽ ഓഡ് നമ്പർ, ശേഷം ഈവൻ നമ്പർ. ഇവിടുത്തെ 8 മുന്നിൽ ഓഡ് നമ്പർ, ശേഷം ഈവൻ നമ്പർ. ഇവിടുത്തെ 8 മുന്നിൽ ഓഡ് നമ്പർ, ശേഷം ഈവൻ നമ്പർ. പക്ഷേ ഈ 8 എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവിടെ മാർക്ക് ചെയ്ത 8 എന്തുകൊണ്ടാണ് പറ്റാത്തത്? മുന്നിൽ ഈവൻ നമ്പറാണ്, പറ്റൂല. ശേഷം ഓഡ് നമ്പറാണ്. നേരെ ഓപ്പോസിറ്റാണ് വേണ്ടിയത്. മുന്നിൽ ഓടും ശേഷം ഈവനുമാണ് വേണ്ടിയത്. പക്ഷേ ഇവിടെ മുന്നിൽ ഈവനും ശേഷം ഓടും, നേരെ ഓപ്പോസിറ്റാണ് വന്നത്. അതുകൊണ്ടാണ് ആ 8 എടുക്കാത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. അങ്ങനത്തെ എത്ര 8ആണ് ഇവിടെ ഉള്ളത്? 1, 2, 3, 4 8ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താണ്. അപ്പോൾ ആൽഫബറ്റിക് സീരീസ് ആ ടോപ്പിക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വേർഡ്സ് നമ്പർ ആൻഡ് ആൽഫബറ്റ് ടെസ്റ്റ് എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ പ്രോബ്ലംസ് നല്ലോണം ചെയ്യാം. പിന്നെ ഈ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ എക്സാമിന് പോകുമ്പോൾ ചെറിയൊരു ന്യൂനത ഉണ്ടായാൽ മതി കറക്റ്റ് ആൻസർ കിട്ടാതിരിക്കാൻ. ചിലപ്പോൾ നമുക്ക് 4 ആൻസറും കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് കണ്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിലോ വെബ്സൈറ്റിലോ വാട്സപ്പിലോ ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.